വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. മണ്ണിലെയും വിണ്ണിലെയും മഹാപൂരത്തിന് പരിസമാപ്തിയായി. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 26-ന്. തട്ടകങ്ങളുടെ പൂരത്തിലലിഞ്ഞ ആയിരങ്ങൾ. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പകൽപൂരം താളമേള ലയത്തിൽ ആറാടിച്ചു. ആകാശത്ത് മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി തൃശൂർ പൂരം വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പൂരപ്രേമികളെ പ്രകമ്പനം കൊള്ളിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനികളെയും പാക് അധീന കാശ്മീരികളെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. വാർത്തകൾ വിശദമായി. വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിഞ്ഞു. പാറമേക്കാവ് ഭഗവതിയുടെയും തിരുവമ്പാടി ഭഗവതിയുടെയും പകൽപൂരം എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തുന്നതിന് മുൻപ് വടക്കുന്നാഥ ക്ഷേത്ര പരിസരവും ശ്രീമൂലസ്ഥാനവും തട്ടകക്കാർ അടക്കമുള്ള പതിനായിരങ്ങളാൽ തിങ്ങി നിറഞ്ഞിരുന്നു. 15 വീതം ഗജവീരന്മാർ അണിനിരുന്ന എഴുന്നള്ളിപ്പുകൾക്ക് അകമ്പടിയായി രൗദ്രതാളം വാനോളം ഉയർത്തി അരങ്ങേറിയ പാണ്ഡ്യമേളം കൊട്ടിക്കലാശിച്ച ശേഷമായിരുന്നു ഉപചാരം ചൊല്ലൽ. മേളം കൊട്ടിക്കലാശിച്ച ശേഷം തിരുവമ്പാടി ഭഗവതി വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്ക് വടക്കുന്നാഥനെ വണങ്ങാനായി പോയപ്പോൾ പാറമേക്കാവ് ഭഗവതി ശ്രീമൂലസ്ഥാനത്ത് നിലപാട് തറയിൽ കാത്തുനിന്നു. പിന്നീട് പാറമേക്കാവ് ഭഗവതി നടുവിലാലിൽ പോയി തിരിച്ചെത്തി ശ്രീമൂലസ്ഥാനത്ത് തെക്കോട്ട് അഭിമുഖമായി നിന്നു. ഇരു ഭഗവതിമാരുടെയും കൂടിക്കാഴ്ച നടന്നതോടെ ശ്രീമൂലസ്ഥാനത്ത് തിങ്ങി നിറഞ്ഞ പതിനായിരങ്ങളെ സാക്ഷിയാക്കി തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റിയ തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയ കൊമ്പൻ ശിവകുമാറും തുമ്പിക്കൈ ഉയർത്തി യാത്ര പറഞ്ഞു. തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാരുടെ വികാരനിർഭരമായ ഉപചാരം ചൊല്ലൽ കണ്ടുനിന്ന ആബാലവൃദ്ധം കാണികൾ ആനന്ദ കണ്ണീരിലൂടെ ഹർഷാരവം മുഴക്കി. ഏപ്രിൽ 26-നാണ് അടുത്ത തൃശൂർ പൂരം. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. തട്ടകങ്ങളുടെ പൂരത്തിലലിഞ്ഞ് ആയിരങ്ങൾ. പകൽപൂരത്തിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളിയപ്പോൾ പൂരപ്രേമികൾ നിർവൃതിയണഞ്ഞു. പാറമേക്കാവ് ഭഗവതി മണികണ്ഠനാൽ പന്തലിൽ നിന്നും 15 ആനകളുടെ അകമ്പടിയോടെയാണ് ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളിയത്. കൊമ്പൻ എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേറ്റി. കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ചെമ്പടയ്ക്ക് ശേഷം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിൽ പാണ്ടിമേളം എന്നിവ നടന്നു. തിരുവമ്പാടി ഭഗവതി നായ്ക്കനാൽ പന്തലിൽ നിന്നും 15 ആനകളുടെ അകമ്പടിയോടെ ശ്രീമൂലസ്ഥാനത്തേക്ക് എഴുന്നള്ളി. തിരുവമ്പാടി ചന്ദ്രശേഖരൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളവും അരങ്ങേറി. ആകാശത്ത് മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി തൃശൂർ പൂരം വെടിക്കെട്ട്. വെടിക്കെട്ട് കാണാൻ ദൂരദിക്കുകളിൽ നിന്ന് പോലും പൂരനഗരിയിലേക്ക് 10,000-കണക്കിന് പൂരപ്രേമികളാണ് ഒഴുകിയെത്തിയത്.
കണ്ണും കാതും ഒരുപോലെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു പൂരനഗരിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ആകാശത്തരങ്ങേറിയ വർണ്ണവിസ്മയം. പുലർച്ചെ 4:06 തിരുവമ്പാടി വിഭാഗം ആദ്യം വെടിക്കെട്ടിന് തിരികൊളുത്തിയത്. തുടർന്ന് 7 മിനിറ്റ് മാനത്ത് മതിവരാ കാഴ്ചയുടെയും ശബ്ദഗാംഭീര്യത്തിന്റെയും വർണ്ണമഴ പെയ്തു. ഓലപ്പടക്കത്തിൽ കൊളുത്തിയ തീ പടർന്ന് ഗുണ്ട്, കുഴിമിന്നൽ, നിലാമിട്ട് എന്നിങ്ങനെ കത്തിക്കയറി അഗ്നിഗോളമായി കൂട്ടപ്പൊരിച്ചിലിൽ അവസാനിച്ചു. തിരുവമ്പാടിക്ക് വേണ്ടി മാനത്ത് ഇന്ദ്രജാലം തീർത്തത് മുണ്ടത്തിക്കോട് സതീശന്റെ നേതൃത്വത്തിലാണ്. തിരുവമ്പാടിയുടെ പുലർച്ചെ വെടിക്കെട്ട് സമാപിച്ച് 1 മണിക്കൂറും 25 മിനിറ്റും കഴിഞ്ഞ് കൃത്യം 5:31 പാറമേക്കാവിന്റെ ഊഴമെത്തിയത്. ആവനാഴിയിൽ ഒളിപ്പിച്ചു വെച്ച വെറൈറ്റി പ്രകടനങ്ങൾ ആകാശത്ത് വിസ്മയം തീർത്ത നിമിഷങ്ങളായിരുന്നു പാറമേക്കാവിൻ്റേത്. കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബാണ് ഇത്തവണ പാറമേക്കാവ് വിഭാഗത്തെ നയിച്ചത്. ആകാശവിസ്മയം കാഴ്ചക്കാരെ ഒട്ടും നിരാശപ്പെടുത്താത്തതായിരുന്നു. ഇരു കൂട്ടരുടെയും ആകാശവിസ്മയം തീർത്ത പൂരം വെടിക്കെട്ട് കാഴ്ചക്കാരെ ഒട്ടും നിരാശപ്പെടുത്താത്തതായിരുന്നു. കമ്പക്കെട്ടിന്റെ വിസ്മയങ്ങളെല്ലാം മാനത്ത് മിന്നിത്തെളിയുന്നതായിരുന്നു ഇരുവിഭാഗത്തിന്റെയും പ്രകടനങ്ങൾ. അമിട്ട് പൊട്ടി വിടരുമ്പോൾ മാനത്തെ 7 വർണ്ണങ്ങൾ മിന്നിമറയുന്ന മാജിക്കൽ ക്രിസ്റ്റൽ, ഡ്രാഗൺ ഫ്ലഡ്സ്, സർജിക്കൽ സ്ട്രൈക്ക്, അമിട്ട്, LED പ്രഭ ചൊരിയുന്ന കുടകൾ തുടങ്ങി നിരവധി വെറൈറ്റി ഇനങ്ങൾ മാനത്ത് മിന്നിത്തെളിഞ്ഞു. സാവധാനം തുടങ്ങിയ വെടിക്കെട്ട് കൂട്ടപ്പൊരിച്ചിലെത്തിയപ്പോൾ ആളുകൾ ആർപ്പ് വിളികളോടെ എതിരേറ്റു. 6 മിനിറ്റ് നീണ്ടുനിന്ന പാറമേക്കാവിന്റെ പ്രകടനം 5:37 സമാപിച്ചു. TCV തൃശൂർ. പൂരപ്പിറ്റേന്നത്തെ പകൽപൂരത്തിനും ഉപചാരം ചൊല്ലലിനും ശേഷം നടന്ന വെടിക്കെട്ട് പൂരനഗരിയിൽ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു. തിരുവമ്പാടിക്ക് വേണ്ടി മുണ്ടത്തിക്കോട് സതീഷും പാറമേക്കാവിനു വേണ്ടി കോട്ടയം സ്വദേശി ബിനോയ് ജേക്കബുമാണ് വെടിക്കെട്ടൊരുക്കിയത്. ഉച്ചയ്ക്ക് 2:17 ആരംഭിച്ച തിരുവമ്പാടിയുടെ വെടിക്കെട്ട് 7 മിനിറ്റ് നീണ്ടുനിന്നു. 2:55 ആരംഭിച്ച പാറമേക്കാവിന്റെ വെടിക്കെട്ട് 4 മിനിറ്റ് നീണ്ടുനിന്നു. ഓരോ വെടിക്കെട്ട് കഴിയുമ്പോഴും കാണികൾ ആഹ്ലാദാരവങ്ങൾ മുഴക്കിയാണ് വെടിക്കെട്ട് ആവേശം നെഞ്ചേറ്റിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ. 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഓപ്പറേഷൻ സിന്ദൂരിലൂടെ നീതി നടപ്പാക്കിയെന്ന് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് വിശദീകരിച്ച് സംയുക്ത സേന വാർത്താ സമ്മേളനം നടത്തി. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ചേർന്നാണ് സൈനിക ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയത്. ആക്രമണത്തിൽ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തതായി സൈന്യം അറിയിച്ചു. സൈനിക തിരിച്ചടി നടത്തി മണിക്കൂറുകൾക്കുള്ളിൽ സൈന്യം ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ച് വാർത്താ സമ്മേളനം നടത്തി. കൃത്യമായ തെളിവുകൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം.
കൃത്യമായ ഇന്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. സാധാരണ ജനങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരാത്ത വിധമുള്ള ആക്രമണം ഉറപ്പാക്കും വിധമാണ് ആക്രമണ കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്തതെന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിശദീകരിച്ചു. പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ തിരിച്ചടിയല്ല, ലോകനീതിയായിട്ടാണ് കണക്കാക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരന്തരം ദ്രോഹിക്കുന്ന പാകിസ്ഥാന്റെ ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത്. ഇനി അത് ആവർത്തിക്കില്ല എന്ന ഉറപ്പുകൂടിയാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തീവട്ടികളുടെ പൊൻപ്രഭയിൽ നടന്ന പാറമേക്കാവ് ഭഗവതിയുടെ രാത്രി എഴുന്നള്ളത്ത് ഭക്തി നിർഭരമായി. കുടമാറ്റത്തിന് ശേഷം ക്ഷേത്രത്തിലേക്ക് ഭഗവതി മടങ്ങിയെത്തിയതോടെയാണ് പാറമേക്കാവിന്റെ രാത്രി എഴുന്നള്ളത്തിന് തുടക്കമായത്. തീവട്ടികൾ ചൊരിഞ്ഞ സുവർണശോഭയിൽ 7 ഗജവീരന്മാരാണ് എഴുന്നള്ളത്തിന് അണിനിരുന്നത്. ഗജരാജൻ പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. ചോറ്റാനിക്കര നന്ദപ്പന്മാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പഞ്ചവാദ്യം എഴുന്നള്ളത്തിന് പകിട്ടേകി. രാത്രിയുടെ യാമങ്ങളെ വാദ്യങ്ങളുടെ താളവിന്യാസങ്ങൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്നതായി മാറി പഞ്ചവാദ്യ പെരുമ. 2 മണിക്കൂറിലേറെ നീണ്ട പഞ്ചവാദ്യം പൂരനഗരിയെ വാദ്യലഹരിയിലാഴ്ത്തി. രാത്രിയിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് എഴുന്നള്ളത്ത് ആസ്വദിക്കാനെത്തിയത്. TCV തൃശൂർ. രാത്രിപൂരത്തിനിടെ 2 ആനകൾ വിരണ്ടോടി. ഏതാനും പേർക്ക് നിസ്സാര പരിക്കേറ്റു. ഊട്ടോളി രാമൻ എന്ന ആനയാണ് വിരണ്ടോടിയത്. ഇത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന വട്ടപ്പൻകാവ് മണികണ്ഠൻ എന്ന ആനയും ഓടി. മണികണ്ഠനെ CMS സ്കൂളിന് മുൻപിൽ വെച്ച് തളച്ചു. പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം റോഡിലേക്കാണ് ഊട്ടോളി രാമൻ ഓടിയത്. ഓട്ടം കണ്ട് പരിഭ്രാന്തരായ ആളുകളുടെ പരക്കം പാച്ചിലിൽ ചവിട്ടേറ്റും വീണുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ, മന്ത്രി ബിന്ദു, കളക്ടർ അർജുൻ പാണ്ഡ്യൻ എന്നിവർ ജനറൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. തിരുവമ്പാടി വിഭാഗം രാത്രിപൂരത്തിന്റെ ഭാഗമായുള്ള മഠത്തിൽ വരവ് തീവെട്ടിപ്രഭയിൽ മനോഹര കാഴ്ചയായി. മേളം പ്രമാണി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ നടന്ന എഴുന്നള്ളത്തിന് ഗജവീരൻ കുട്ടൻകുളങ്ങര അർജുനൻ തിടമ്പേറ്റി. നടുവിൽ മഠത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് പഴയ നടക്കാവ് വഴി ശ്രീമൂലസ്ഥാനത്തെത്തിയ ശേഷം മേളം അവസാനിപ്പിച്ച് ഭഗവതിയുടെ തിടമ്പേറ്റിയ ആന നായ്ക്കനാൽ പന്തലിലെത്തി നിലയുറപ്പിച്ചു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ സംഭാരണ വിതരണം ഒരുക്കി. തൃശൂർ നായ്ക്കനാൽ ഡോക്ടർ AR മേനോൻ റോഡിൽ ടെമ്പിൾ സ്ക്വയർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ ഓഫീസിന് മുൻപിൽ ഒരുക്കിയ സംഭാര വിതരണം തൃശൂർ ഈസ്റ്റ് SI ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് DGM KM സുധീർ, AGM അഞ്ജലി, ചീഫ് മാനേജർ ഷിജേഷ്, ബ്രാഞ്ച് മാനേജർ PM സ്നേഹ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു.
പൊരിവെയിലിൽ തളർന്നു വന്ന നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ ഒരുക്കിയ സംഭാരം കുടിച്ച് ദാഹമകറ്റിയത്. സാമൂഹ്യ സാമ്പത്തിക സേവന മേഖലയിൽ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ 2006 മുതൽ വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന ഈ സഹകരണ സ്ഥാപനം കേരളത്തിൽ ഉടനീളവും തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിലുമായി 124 പരം ബ്രാഞ്ചുകളായി പ്രവർത്തിച്ചു വരുന്നു. സാധാരണക്കാരായ മെമ്പർമാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന BLM എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേറ്റീവ് സൊസൈറ്റി ഇതിനോടകം തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. പൂരപ്പിറ്റേന്നത്തെ പൂരക്കഞ്ഞി കുടിക്കാൻ വൻ തിരക്കാണ് പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും ഊട്ടുശാലകളിൽ അനുഭവപ്പെട്ടത്. പാറമേക്കാവിന്റെ പൂരക്കഞ്ഞി വിതരണം രോഹിണി മണ്ഡപത്തിലും ക്ഷേത്ര പരിസരത്തൊരുക്കിയ പന്തലിലുമാണ് നടന്നത്. കഞ്ഞിക്കൊപ്പം മുതിരപ്പുഴുക്ക്, മാമ്പഴ പുളിശ്ശേരി, അച്ചാർ, പപ്പടം എന്നിവയായിരുന്നു വിഭവങ്ങൾ. കൗസ്തുഭം ഹാളിലാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ കഞ്ഞി വിതരണം ഒരുക്കിയത്. മുതിരപ്പുഴുക്കും പുളിശ്ശേരി, മാങ്ങ അച്ചാർ, പപ്പടം, നാളികേരക്കൊത്ത്, ശർക്കര എന്നിവയായിരുന്നു വിഭവങ്ങൾ. രണ്ടിടത്തും രാവിലെ 10:30 മുതൽ ഉച്ചതിരിഞ്ഞ് 4 വരെ പൂരക്കഞ്ഞി വിതരണം തുടർന്നു. കുമരനെല്ലൂരിൽ ബൈക്ക് മറിഞ്ഞ് ബൈക്ക് യാത്രികൻ മരിച്ചു. കാഞ്ഞിരക്കോട് കരിയംപുറത്ത് 60 വയസ്സുള്ള ശശിയാണ് മരിച്ചത്. ശശി ഓടിച്ചിരുന്ന ബൈക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു. വീഴ്ചയിൽ ഹെൽമറ്റ് തെറിച്ച് തല റോഡിൽ ഇടിക്കുകയായിരുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് കടപ്പുറം നോളി റോഡിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ചാവക്കാട് പുന്ന സജീർ സഹോദരന്റെ മകൻ അജ്മൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാളത്തോട് പട്ടാപ്പകൽ CITU പ്രവർത്തകനായ ഷമീറിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 6 പേരെ കുറ്റക്കാരാണെന്ന് തൃശൂർ 1-ാം അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 12-ന് വിധിക്കും. സാക്ഷികൾക്ക് നിരവധി തവണ ഭീഷണി ഉണ്ടായ കേസ് വിറ്റ്നസ് പ്രൊട്ടക്ഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സ്പെഷ്യൽ പോലീസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് വിചാരണ പൂർത്തിയാക്കിയത്. കാളത്തോട് നിവാസികളായ ഷാജഹാൻ, ഷബീർ, അമൽ സാലിഹ്, ഷിഹാസ്, നവാസ്, ഷംസുദ്ദീൻ എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 2021 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി. കുന്നംകുളം പാറമ്പാടത്ത് പൈപ്പിന്റെ വാൽവ് തകർന്ന് കുടിവെള്ളം പാഴാകുന്നു. തൃത്താല ഗുരുവായൂർ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവ് തകർന്നാണ് ദിവസങ്ങളായി മേഖലയിൽ കുടിവെള്ളം പാഴായിക്കൊണ്ടിരിക്കുന്നത്. സംഭവത്തിൽ നിരവധി തവണ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചുവെങ്കിലും വാൽവിന്റെ കേടുപാടുകൾ പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം. മലപ്പുറം പാലപ്പെട്ടിയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തിരുവത്ര സ്വദേശിനിയായ വിദ്യാർത്ഥിനി മരിച്ചു. ആനത്തലമുക്ക് കേരണ്ടകത്ത് മുഹമ്മദ് മകൾ 16 വയസ്സുള്ള സനയാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അപകടം. തെക്കുംകര മണ്ഡലം കരുമത്ര വടക്കേക്കര 2-ാം വാർഡിലെ പ്രവർത്തക കൺവെൻഷനും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. മഹാത്മാ സംഘം ഓഫീസിൽ നടന്ന കൺവെൻഷൻ INTUC മണ്ഡലം പ്രസിഡന്റ് NM വിനീഷ് ഉദ്ഘാടനം ചെയ്തു. കുട്ടൻ മച്ചാട് അധ്യക്ഷനായി. സന്തോഷ് എറക്കാട്ട്, ജെയിംസ് കുണ്ടുകുളം, A ബഷീർ, KC സെബാസ്റ്റ്യൻ, PT ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. 15-അംഗ വാർഡ് കമ്മിറ്റിയിൽ നിന്ന് വിനോദ് മാടവനയെ വീണ്ടും പ്രസിഡന്റായി ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. കോൺഗ്രസ് നേതാവ്, DCC ജനറൽ സെക്രട്ടറി, മുണ്ടത്തിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്ന PS മോഹൻദാസിന്റെ ചരമവാർഷികം മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ജിജോ കുര്യൻ, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. പറക്കോട്ടുകാവ് താലപ്പൊലി കൊടിയേറിയതോടെ തിരുവില്ലാമല എരവത്തൊടി തെക്കേ മുല്ലക്കൽ സുധി ഉണ്ണികൃഷ്ണൻ എന്ന കലാകാരനും തിരക്കിലാണ്. താലപ്പൊലി കൊടിയേറ്റം കഴിഞ്ഞതോടെ ദേശനടത്തം എന്ന ആചാരത്തിനായി പൂതൻതിറ കലാരൂപത്തിന്റെ ചമയമൊരുക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. തലമുറകൾ കൈമാറി വന്ന അനുഷ്ഠാന കലയെ കൈവിടാൻ ഒരുക്കമല്ലെന്നതാണ് സുധിയുടെ നയം. ലക്ഷ്യങ്ങളാണ് ഒരു പൂതൻ നിർമ്മിക്കുവാൻ ആവശ്യമായി വരുന്നത്. സുധിക്കൊപ്പം സഹകലാകാരന്മാരും കുടുംബാംഗങ്ങളും പൂർണ്ണ സഹകരണവുമായി ഉണ്ട്. ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡും കേരള സർക്കാരിന്റെ വജ്ര ജൂബിലി ഫെല്ലോഷിപ്പും കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കലാകാരൻ.
പൂതൻതിറ എന്ന കലാരൂപം ജനകീയമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച സുധി ഉണ്ണികൃഷ്ണൻ കിഴക്ക് പടിഞ്ഞാറ് ശൈലികളെ കോർത്തിണക്കി തിറ മഹോത്സവത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സാമ്പത്തിക ലാഭം നോക്കിയല്ല ഓരോ തട്ടകത്തിലെയും കലാകാരന്മാർ തട്ടക ഉത്സവകാലത്ത് ദേശനടത്തം നടക്കുന്നതെന്നും സുധി പറഞ്ഞു. 10ഓളം പേരാണ് ദേശനടത്തത്തിനായി ഓരോ സംഘത്തിലും ഉണ്ടാവുക. പണിക്കൂലി പോലും ലഭിക്കില്ലെങ്കിലും പുതുതലമുറ ഈ അനുഷ്ഠാന കലയെ കൈവിടില്ലെന്ന് തെളിയിക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. TCV തിരുവില്ലാമല. പാൻ ഇന്ത്യ മാസ്റ്റേഴ്സ് ഗെയിംസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 4ാമത് വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക CB സുനിത ദേവി ഇരട്ട സ്വർണം നേടി. എറണാകുളത്ത് നടന്ന മത്സരങ്ങളിൽ 45 വയസ്സിന് മുകളിലുള്ളവർക്കായുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 64 കിലോ വിഭാഗത്തിലും പവർ ലിഫ്റ്റിംഗിൽ 63 കിലോ വിഭാഗത്തിലുമാണ് സുനിത സ്വർണം നേടിയത്. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ആകെ 77.5 കിലോഗ്രാമും പവർ ലിഫ്റ്റിംഗിൽ ആകെ 242.5 കിലോഗ്രാമും ഉയർത്തിയാണ് ഇവർ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയത്. ജൂലൈയിൽ കൊല്ലത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മത്സരങ്ങളിലും ഒക്ടോബറിൽ ബാംഗ്ലൂരുവിൽ നടക്കുന്ന ഏഷ്യൻ മത്സരങ്ങളിലും സുനിത കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. മറ്റത്തൂർ മന്ദരപ്പിള്ളി വടക്കേക്കാട്ടുപറമ്പിൽ രാജേഷിന്റെ ഭാര്യയാണ് സുനിത ദേവി. കൊടുങ്ങല്ലൂർ താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ, CPI കൊടുങ്ങല്ലൂർ മണ്ഡലം സെക്രട്ടറി VR സുനിൽകുമാർ, CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, CPI ജില്ലാ കൌൺസിൽ അംഗങ്ങളായ CC വിപിൻ ചന്ദ്രൻ, PP സുഭാഷ്, CPM ഏരിയ കമ്മിറ്റി അംഗം അഷ്റഫ് സാബാൻ എന്നിവർ പങ്കെടുത്തു. തീരപ്രദേശത്തെ കടൽഭിത്തി നിർമ്മാണത്തിനെതിരെയുള്ള കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമി, മഴവിൽ സഖ്യത്തിന്റെ പ്രതിഷേധം തീരദേശ നിവാസികളെ കടൽക്ഷോഭത്തിലേക്ക് തള്ളിയിടാനുള്ള കുൽസിത നീക്കമാണെന്ന് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി. പുന്നയൂർക്കുളം തീരപ്രദേശത്ത് കടൽക്ഷോഭം രൂക്ഷമാകുകയും തീരം കടലെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുന്നയൂർക്കുളത്ത് കടൽഭിത്തി നിർമ്മിക്കണമെന്ന ആവശ്യം NK അക്ബർ MLA സർക്കാരിന് മുൻപാകെ സമർപ്പിച്ച് ബജറ്റിൽ 4.5 കോടി രൂപ വകയിരുത്തിയത്. ഇറിഗേഷൻ വകുപ്പ് വിശദമായ പഠനം നടത്തിയതിനു ശേഷമാണ് കടൽഭിത്തി നിർമ്മിക്കണമെന്ന് തീരുമാനമെടുത്തത്. തീരത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കടൽഭിത്തി അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള UDF, SDPI, ജമാഅത്ത് ഇസ്ലാമി, മഴവിൽ സഖ്യത്തിന്റെ കാപട്യം തിരിച്ചറിയണമെന്ന് CPM ഏരിയ സെക്രട്ടറി ശിവദാസൻ പറഞ്ഞു. കല്ലൂർ അയ്യങ്കോട് റോഡരികിലെ കാനയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വെള്ളാനിക്കോട് വട്ടക്കൊട്ടായി സ്വദേശി കണ്ണമ്പടത്തി വീട്ടിൽ 67 വയസ്സുള്ള വർഗീസാണ് മരിച്ചത്. ഇന്ന് രാവിലെ വഴിയാത്രക്കാരാണ് കാനയിൽ മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വർഗീസ് വീട്ടിൽ നിന്ന് പോയതാണെന്ന് പറയുന്നു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊണ്ടാഴി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള കലങ്കണ്ടത്തൂർ കുളത്തിന്റെ നവീകരണം പൂർത്തിയായി. 28 ലക്ഷം രൂപയായിരുന്നു അടങ്കൽ തുക. നവീകരിച്ച കുളത്തിന്റെ ഉദ്ഘാടനം കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മായന്നൂർ ഡിവിഷൻ അംഗം PM അനീഷ് അധ്യക്ഷനായിരുന്നു. കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, പഞ്ചായത്ത് അംഗങ്ങളായ EK മനോജ്, K സുധേവൻ, P രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പേരാമംഗലം സ്വദേശിനിയെ കാണാതായതായി പരാതി. ചിറ്റിലപ്പള്ളി വീട്ടിൽ 88 വയസ്സുള്ള CC പാറുവിനെയാണ് ഇന്നലെ രാത്രി മുതൽ കാണാതായത്. രാവിലെ തൃശൂരിലേക്ക് ബസ് കയറിയതായി വിവരം ലഭിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കണ്ടുകിട്ടുന്നവർ 9855778126 എന്ന നമ്പറിൽ അറിയിക്കേണ്ടതാണ്. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന കേരള പദയാത്രയ്ക്ക് വെള്ളിയാഴ്ച കുന്നംകുളം മണ്ഡലത്തിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കുന്നംകുളം മണ്ഡലത്തിൽ നടക്കുന്ന സ്വീകരണ പരിപാടികൾ കടവല്ലൂർ പഞ്ചായത്തിലെ പൂങ്കാവനം റോഡിൽ നിന്നും പദയാത്ര ആരംഭിച്ച് പെരുമ്പിലാവ് സെന്ററിൽ പൊതുസമ്മേളനത്തോടെ സമാപിക്കും. ജാഥയെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മണ്ഡലം പ്രസിഡന്റ് PA ബദറുദ്ദീൻ അറിയിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹസീന സലീം, മണ്ഡലം ട്രഷറർ ഷഹീദ്, കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അനീസ്, മണ്ഡലം കമ്മിറ്റി അംഗം MN സലാഹുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യോസഫ് പിതാവിന്റെ തിരുനാളിന് 1 കോടി രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. 9, 10, 11 തീയതികളിലായാണ് പ്രസിദ്ധമായ പാവറട്ടി തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനം വരെയുള്ള ദിവസങ്ങളിൽ പാവറട്ടി സാന്റ് ജോസ് ആശുപത്രിയിൽ OP ടിക്കറ്റുകൾ പൂർണ്ണമായും സൗജന്യമാണ്. തിരുനാളിന്റെ ഭാഗമായി 500 പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് നൽകും. തീർത്ഥകേന്ദ്രത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി 5 വീടുകൾ ജാതിമത ഭേദമന്യേ പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകും. തീർത്ഥകേന്ദ്രത്തിൽ ലഭ്യമാക്കുന്ന ചികിത്സാ സഹായം, ഭവന നിർമ്മാണം, വിവാഹ സഹായം, വിദ്യാഭ്യാസ സഹായം തുടങ്ങിയ അപേക്ഷകൾ പരിഗണിച്ച് വിവിധ സഹായങ്ങൾ നൽകും. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ഡോക്ടർ ആന്റണി ചെമ്പകശ്ശേരി, മാനേജിംഗ് ട്രസ്റ്റി OJ ഷാജൻ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ ജോൺ പുലിക്കോട്ടിൽ, VS സെബി, NJ ലിയോ, CC ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മരത്തങ്കോട് വെൽഫെയർ അസോസിയേഷന്റെ കീഴിലുള്ള 3.5 സെന്റ് സ്ഥലവും കെട്ടിടവും കടങ്കോട് പഞ്ചായത്തിന് കൈമാറി. 1972 CC ഈപ്പൻ, TT ചേരപ്പൻ, VM സുബ്രഹ്മണ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘടനയുടെ സ്ഥലവും കെട്ടിടവുമാണ് പഞ്ചായത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകിയത്. മരത്തങ്കോട് ഹൈസ്കൂളിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് പഞ്ചായത്ത് കുടിവെള്ള പദ്ധതി ടാങ്ക് സ്ഥാപിക്കാനായി അസോസിയേഷൻ സ്ഥലം നൽകിയിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ആധാരം ഏറ്റുവാങ്ങി. അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ സഖറിയ അധ്യക്ഷനായി. പഞ്ചായത്ത് വഴികളുടെ വികസനത്തിന് പോലും 1 മീറ്റർ സ്ഥലം പോലും വിട്ടുതരാൻ തയ്യാറാകാത്ത കാലത്തിൽ പഞ്ചായത്തിന്റെ വികസനത്തിനായി സ്ഥലം വിട്ടു നൽകിയ അസോസിയേഷൻ ഭാരവാഹികളെ പ്രസിഡന്റ് അഭിനന്ദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി, വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, സെക്രട്ടറി അനൂപ് സഖറിയ, പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ഡോക്ടർ ജോൺസൺ ആളൂർ, ഫ്രാൻസിസ് കൊള്ളന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,075 രൂപ, പവന് 72,600 രൂപ. വെള്ളി ഗ്രാമിന് 107 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,290 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വടക്കുന്നാഥൻ സാക്ഷിയായി തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. മണ്ണിലെയും വിണ്ണിലെയും മഹാപൂരത്തിന് പരിസമാപ്തിയായി. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 26-ന്. തട്ടകങ്ങളുടെ പൂരത്തിലലിഞ്ഞ് ആയിരങ്ങൾ. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പകൽപൂരം താളമേള ലയത്തിൽ ആറാടിച്ചു. ആകാശത്ത് മതിവര കാഴ്ചയുടെ വർണ്ണവിസ്മയമൊരുക്കി തൃശൂർ പൂരം വെടിക്കെട്ട്. പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് പൂരപ്രേമികളെ പ്രകമ്പനം കൊള്ളിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാന് തിരിച്ചടി നൽകി ഇന്ത്യ. പാകിസ്ഥാനികളെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തു. രാജ്യവ്യാപകമായി മോക്ക് ഡ്രിൽ നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.